ഹലോ ഓൾ. എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റാസൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഫാദേഴ്സ് അവരുടെ പാരൻസിൻ്റെ ഒക്യുപ്പേഷൻ നോക്കിയപ്പോൾ അതിൽ ടീച്ചർ എന്നുള്ള ഒരു റോളാണ് കണ്ടത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നുണ്ടാവും, ഒരു ടീച്ചറുടെ കുട്ടി എന്തിനാണ് എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്? ടീച്ചേഴ്സിന് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രാധാന്യം അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. കാരണം അവർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഇത് എങ്ങോട്ടാണ് ഇനി ഭാവിയിൽ മൂവ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെക്കാളും കൂടുതൽ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക്, കുട്ടികളുടെ ലെവല് അറിയുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഫ്യൂച്ചറുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളും അതിൻ്റെ ഭാവിയും എവിടേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ തൻ്റെ മക്കളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ, സ്കൂളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ട് തന്നെ അവർ ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള കോഴ്സുകളിലേക്ക് കുട്ടികളെ നേരത്തെ തന്നെ പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സ്കൂൾ ടീച്ചർ ഒരു കുട്ടിയുടെ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് നോക്കുന്ന ഒരുപാട് ഫാക്റ്റുകളുണ്ട് അവിടെ, അല്ലേ? സ്കൂളിലെത്തിയാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ സിലബസുകൾ വളരെ നേരത്തെ തന്നെ തീർക്കണം, 6-7-10 മാസമുണ്ട് നമ്മൾ പറയുന്നെങ്കിൽ പോലും ഡിസംബർ ആകുമ്പോഴേക്കും സ്കൂളുകൾ സിലബസുകൾ തീർക്കണം. അതിനിടയിൽ തന്നെ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമുകൾ ഉണ്ടാകും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും. ഓരോ കുട്ടിയും ഓരോ ടൈപ്പായിരിക്കും. ഒരുപക്ഷെ ഒരു ക്ലാസ്സിൽ തന്നെ 40-50 ഒക്കെ കുട്ടികളുള്ള വലിയ ക്ലാസ്സുകൾ ഒരുപക്ഷെ ഉണ്ടാകും. ആ കുട്ടിയുടെ പഠനത്തിൻ്റെ മികവെന്ന് പറയുന്നത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സ്ലോ ലേണേഴ്സ് ഉണ്ടാകും, ഫാസ്റ്റ് ലേണേഴ്സ് ഉണ്ടാകും, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാകും. ഇതിനെല്ലാം കൂടി ഒരു ടീച്ചർക്ക് കിട്ടുന്ന സമയമാവട്ടെ കേവലം 35-40 മിനിറ്റ്സ് ഉള്ള കുറച്ച് പീരീഡുകളാണ്. സ്വാഭാവികമായിട്ടും മുഴുവൻ കുട്ടികളെയും, അതും പല നിലവാരത്തിലുള്ള മുഴുവൻ കുട്ടികളെയും ഈ പറഞ്ഞ ടീച്ചർക്ക് ഒരേ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. അതൊരു ടീച്ചറുടെ കുഴപ്പമോ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയോ കുഴപ്പമല്ല, നേരെ മറിച്ച് ഒരു സ്കൂളിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണത്, എല്ലാ കാരണം മുഴുവൻ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലിമിറ്റേഷൻ മാത്രമാണ്. എന്നാൽ ഈ പറഞ്ഞ ടീച്ചേഴ്സിന് കൃത്യമായി അറിയാം, ഒരു കുട്ടിക്ക് എല്ലാ കുട്ടികളെയും ഒരേ ലെവലിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവൂല, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പിന്നോട്ട് വലിയാനും, എന്നാൽ വളരെ മോശം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ മുമ്പോട്ട് വരുത്താനും ഒക്കെ ഡിഫറെൻറ്റ് ടെക്നിക്കുകളായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക, സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ അവർക്ക് മുമ്പോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള എക്സാം ബൈ ലേണിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമുകൾക്ക് പ്രസക്തിയുള്ളൂ. കാരണം നമ്മുടെ ഓൺലൈൻ കോഴ്സിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് പോകുന്ന കുട്ടികളുണ്ടാവും. ഒരു പക്ഷേ 2 വട്ടം കേട്ടാൽ മനസ്സിലാവുന്ന കുട്ടികളുണ്ടാകും. ഒരു പക്ഷേ കൂടുതൽ എക്സാംസ് എഴുതുമ്പോഴായിരിക്കും ഒരു കുട്ടിക്ക് അതിൻ്റെ റിയാലിറ്റി കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സിമുലേഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു കുട്ടിക്ക് കൂടുതൽ കൺസെപ്റ്റ് ക്ലിയർ ആവുക. ഇതിനൊക്കെയുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ സമയത്തിനനുസരിച്ച്, അവരുടെ ചുറ്റുപാടിനനുസരിച്ച്, അവർക്കുള്ള സൗകര്യങ്ങൾക്കനുസരിച്ച് പല രൂപത്തിലും നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വളരെ മനോഹരമായിട്ടത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ തൻ്റെ കുട്ടിയെ ഏറ്റവും മികച്ച ഒരു ഭാവി കാണുന്നുവെങ്കിൽ, ഏറ്റവും മികച്ച ഒരു കരിയറിലേക്ക് എത്തുന്നുവെങ്കിൽ ആ ടീച്ചർക്ക് കൃത്യമായി അറിയാം ഇന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ രൂപത്തിൽ പോയാൽ ഉണ്ടാവുക. ഒരു കുട്ടിക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, ലോജിക്കൽ തിങ്കിങ് ഉണ്ടോ, അതേപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ആ കൺസെപ്റ്റ് പറയാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ തിരിച്ചറിയുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, തൻ്റെ മക്കളെ വളരെ നേരത്തെ തന്നെ ഇതുപോലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു പാരൻറ്റും തൻ്റെ മക്കളെ ഭാവിയെ, അവരുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു +1 +2 കഴിഞ്ഞ് ആലോചിക്കേണ്ടതല്ല കോമ്പറ്റീഷൻ എക്സാമുകൾ എന്നുള്ള ഒരു തിരിച്ചറിവും, അത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ തന്നെ തുടങ്ങി ഒരു 5-6 വർഷം കൊണ്ട് ഓരോ ദിവസവും അല്പാൽപ്പം സ്കൂളിലുള്ളതിനേക്കാളും വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആഴത്തിലും അതേപോലെ തന്നെ കാഠിന്യമായിട്ടുള്ള സ്ട്രെങ്ത്തോട് കൂടിയിട്ട് ആ കൺസെപ്റ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും +1 +2 വളരെ നല്ല മാർക്ക് സ്കൂളിൽ സ്കോർ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നീറ്റ്, JEE അതേപോലെ CUT പോലെയുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്കൊക്കെ അവർ പ്രിപ്പയർ ചെയ്യാനും തീർച്ചയായിട്ടും നേരത്തെ തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആ കോഴ്സ് ഈ ഒരു വർഷത്തെ അക്കാഡമിക് ഇയറിലേക്കുള്ളത് ഈ ജൂൺ 30-ാം തീയതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു അവസാനത്തെ ഒരുപക്ഷെ ചാൻസ് ആയിരിക്കും. ഇനി ഒരുപക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടാവുക അടുത്ത വർഷമായിരിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്യുക, ഇത് ഗ്രാബ് ചെയ്യുക.
ആയിരക്കണക്കിന് കുട്ടികൾ ഓൾറെഡി നമ്മുടെ കോഴ്സ് വളരെ മനോഹരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, നമ്മൾ തേടിപ്പിടിച്ച് മുന്നോട്ട് വരിക. എക്സാം ബൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വാട്സാപ്പ് കോൺടാക്റ്റുകളുണ്ട്, വാട്സാപ്പ് കമ്മ്യൂണിറ്റികളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുക. താങ്ക്